നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. റിവ്യൂ പറയണതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് കാര്യമാണ്. പക്ഷേ ഇപ്പൊ ഈടായിട്ട് ആരെങ്കിലും പേഴ്സണലായിട്ട് സ്റ്റാറിനെ ടാർഗറ്റ് ചെയ്യണ പോലെ റിവ്യൂ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. എന്നെ കുറിച്ച് ഓർത്ത് ആരും ഇവിടെ നാണം കിടണ്ട. സ്വന്തമായി അധ്വാനിച്ച് ഇന്ന് ഈ വലിയ നിലയിലെത്തിരിക്കുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അല്ല, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടാണ് ചോദിച്ചത്. അങ്ങനെ അല്ല, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അപ്പം തന്നാ പോരെ കുയ്യണ്ണോ? ഇപ്പൊ പ്രേക്ഷകരും അതേപോലെ തന്നെ ട്രോളിലും അതേപോലെ ഉണ്ണി മുകുന്ദനാണ് പറയുന്നത്. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നു കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ സീക്രട്ട് ഏജന്റ് എന്ന റിവ്യൂവർ ഉണ്ണി മുകുന്ദനെ എന്താണ് പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ അങ്ങനെ ട്രോളിയുടെയും അതേപോലെ തന്നെ പറയുന്നുണ്ട്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്തൊരു ചോദിച്ചില്. ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോ എനിക്കറിയില്ല വേറെ അങ്ങനെ അത്രയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമുണ്ടോ. അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. പലതരം ഭക്ഷണം ഇഷ്ടമുള്ളതുപോലെ, പലതരം വസ്ത്രങ്ങൾ ഇടാൻ ഇഷ്ടമുള്ളതുപോലെ, പലതരം പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളതുപോലെ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് നൽകുള്ളൂ. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. അതൊക്കെ ബാധിക്കാവുന്നതിനേക്കാൾ മുകളിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നമ്മള് പണി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.